മറാത്ത ഭരിച്ചിരുന്ന മാൾവ രാജവംശത്തിലെ മഹാറാണിയായിരുന്നു അഹല്യാഭായ് ഹോൾക്കർ. അയോധ്യയിലെ രാമക്ഷേത്രം പുനർനിർമ്മിക്കപ്പെടണമെന്ന് 2.5 നൂറ്റാണ്ടുകൾക്ക് മുൻപേ തന്നെ ആത്മാർത്ഥമായി ആഗ്രഹിച്ചിരുന്ന, അതിനായി അക്ഷീണം പ്രയത്നിച്ച റാണി അഹല്യാഭായി സ്വന്തം ഭരണകാലം ഹൈന്ദവ സമൂഹത്തിൻ്റെ സംരക്ഷണത്തിനും ഉന്നതിക്കുമായി ഏറെ വിനിയോഗിച്ചു. നൂറ്റാണ്ടുകളായി ഭാരതത്തിലെ ഹിന്ദുക്കൾ മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന രാമജന്മഭൂമിയിലെ ക്ഷേത്ര പുനർനിർമ്മാണം യാഥാർത്ഥ്യമായിരിക്കെയാണ് അതിനുവേണ്ടി ഏറെ ശ്രമം നടത്തിയ മഹാറാണിയുടെ 300ാം ജന്മവാർഷികം ആഘോഷിക്കപ്പെടുന്നത്. പിന്നോക്ക വിഭാഗമായ ധൻകർ സമുദായത്തിലെ ഒരു സാധാരണ കുടുംബത്തിലായിരുന്നു അഹല്യയുടെ ജനനം. സാധാരണ പെൺകുട്ടിയായി വളർന്ന് പിന്നീടങ്ങോട്ട് ചരിത്രത്തിലെ ഏറ്റവും സമർത്ഥയായ മഹാറാണിയായി ലോകമാതാവായി മാറിയ കഥയാണ് അഹല്യാഭായ് ഹോൾക്കറുടേത്. 1754 ഖുംഭേർ യുദ്ധത്തിൽ ഭർത്താവായ ഖാണ്ഡറാവു ഹോൾക്കറും പിന്നാലെ ഭരണം നടത്തിയ ഭർത്തൃപിതാവും മരിച്ചതിനെ തുടർന്നാണ് അഹല്യ മാൾവയുടെ ഭരണാധികാരിയാകുന്നത്. ഒരു ചെറിയ ഗ്രാമമായ ഇൻഡോറിനെ തലസ്ഥാന നഗരമായി വളർത്തിയത് അഹല്യാഭായിയാണ്. പിന്നീട് അങ്ങോട്ട് രാജ്യമെങ്ങും നിരവധി നിർമ്മിതികൾ ഇവർ നടത്തി. ഒട്ടേറെ ക്ഷേത്രങ്ങളും ക്ഷേത്ര കിണറുകളും നിർമ്മിച്ചു. ഔറംഗസേബിനാൽ തച്ചുടയ്ക്കപ്പെട്ട കാശി വിശ്വനാഥ ക്ഷേത്രം പുനരുദ്ധരിച്ച അഹല്യാഭായി അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം, മധുരയിലെ ശ്രീകൃഷ്ണ ക്ഷേത്രം എന്നിവ വീണ്ടെടുക്കാൻ ശ്രമവും നടത്തി. കൈലാസം മുതൽ രാമേശ്വരം വരെയും സോമനാഥം മുതൽ ജഗന്നാഥപുരി വരെയും അഹല്യാഭായ് തീർത്ത നിർമ്മിതികൾ രാജ്യത്തിൻ്റെ ഏകതയ്ക്കായി അവർ നടത്തിയ ശ്രമങ്ങളുടെ അടയാളമായി. 3 പതിറ്റാണ്ടുകൾ നീണ്ട ഭരണകാലം മുഴുവൻ ഹിന്ദു സമാജ സംസ്കാര മുന്നേറ്റത്തിനായി പ്രയത്നിച്ച ഭാരത ചരിത്രത്തിലെ ഐതിഹാസിക വനിതയായ മഹാറാണിക്കുള്ള ആദരവാണ് സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ ഉൾപ്പെടെ നേതൃത്വത്തിൽ ഇവരുടെ 3ാം ശതാബ്ദി ആഘോഷിക്കുന്നത്. 299ാം ജന്മദിനമായ മെയ് 31-ന് ഇൻഡോറിൽ തുടക്കമിട്ട ആഘോഷം ഈ ഒരു വർഷം മുഴുവൻ കേരളത്തിലുൾപ്പെടെ രാജ്യമെങ്ങും നീണ്ടു നിൽക്കും. മുഗള ഭരണത്തിന് ശേഷവും രാജ്യത്തുണ്ടായ ഹൈന്ദവ മുന്നേറ്റത്തെ തമസ്കരിക്കാൻ സ്വാതന്ത്ര്യാനന്തര ചരിത്രകാരന്മാർ മനഃപൂർവ്വം മറച്ചുവെച്ച ഒരേടാണ് ഇതോടെ തുറന്നു കാട്ടപ്പെടുന്നത്.